ന്യൂസ് റൂം ലൈവ് തുടരുന്നു. KSRTC MD സ്ഥാനത്ത് നിന്നും ടോമിൻ ജെ തച്ചങ്കരി ഒഴിഞ്ഞതോടെ യൂണിയനുകൾ വീണ്ടും പിടിമുറുക്കുന്നു. ഡ്രൈവർ കം കണ്ടക്ടർ രീതി വേണ്ടെന്ന് യൂണിയനുകൾ തീരുമാനിച്ചു. ഡ്രൈവർ കം കണ്ടക്ടറായി ജോലി ചെയ്യാൻ വന്ന ജീവനക്കാരനെ യൂണിയൻ നേതാക്കൾ ഇടപെട്ട് തമ്പാനൂരിൽ ഇറക്കിവിട്ടു. ഏകദേശം 3:30 മണിയോടുകൂടിയാണ് വന്നത്. 3:30 മണിക്ക് വന്നെങ്കിലും 5:30 മണിക്കാണ് സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 4:30 മണിക്ക് വന്ന് ഞാൻ ATM മെഷീൻ റാക്കെല്ലാം വാങ്ങിച്ച് 5 മണിക്ക് റിസർവേഷൻ ചാർട്ട് എടുക്കുകയാണ് ഉണ്ടായത്. ചാർട്ട് എടുത്ത് വണ്ടി പുറപ്പെടുന്നതിന് 10 മിനിറ്റ് മുമ്പ് നിർദ്ദേശം തരികയാണ് ഉണ്ടായത്. ഒക്കറൻസ് ബുക്കിൽ എഴുതിയിട്ടിരിക്കുകയാണ്, നിങ്ങൾ സർവീസിന് പോകാൻ പറ്റില്ല, DC സർവീസ് അല്ല, ഇന്ന് തൊട്ട് ഈ DC സർവീസ് നിലവിലില്ല, ഇന്ന് തൊട്ട് കണ്ടക്ടറാണ് ഡ്യൂട്ടിക്ക് പോകുന്നതെന്നാണ് അറിയിക്കുന്നത് അവർ. തുടർന്ന് ഞാൻ ഡ്യൂട്ടിയിൽ നിന്നും മാറി നിൽക്കുകയാണ് ഉണ്ടായത്. എന്നെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. അല്ല, അത് കണ്ടക്ടർ അല്ലല്ലോ, അവർ ഓൾറെഡി കണ്ടക്ടറെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. ആരാണ് എന്ന് അറിഞ്ഞുകൂടാ. ആ കണ്ടക്ടർ വന്നിട്ട് എൻ്റെ ഞാൻ വാങ്ങിച്ച റാക്കും മെഷീനും തിരിച്ചേൽപ്പിക്കുകയും തുടർന്ന് ആ കണ്ടക്ടറെ വെച്ച് അവർ സർവീസ് 5:45 5:45 സർവീസ് ഓപ്പറേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഉണ്ട്, ഓൾറെഡി DC സർവീസ് തുടങ്ങിയ അന്ന് തൊട്ട് ഞാൻ DC സർവീസായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഡ്യൂട്ടിക്കെത്തിയ ഒരു ജീവനക്കാരനെ ഇറക്കി വിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. തച്ചങ്കരി ഇന്നലെ വരെ നടത്തിവന്ന പരിഷ്കാരങ്ങൾ, അദ്ദേഹം മാറി നിൽക്കുന്നതിനും നടത്തിവന്ന പരിഷ്കാരങ്ങൾ, അത് KSRTCയെ കരകയറ്റുമെന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ മാറ്റിയത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇതിനെ പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ട് നേതാക്കളുടെ ഗുണ്ടായിസമാണോ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് KSRTC? രഞ്ജിത്ത്, അങ്ങനെ പറയാനാകില്ല. കാരണം DC സർവീസ്, അതായത് ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലുള്ള സർവീസുകളിൽ 3 സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അതായത് കോഴിക്കോടേക്കുള്ള 2 സർവീസും പാലക്കാടേക്കുള്ള 1 സർവീസും. അതിൽ പാലക്കാട് സർവീസിൽ ഡ്രൈവർ കം കണ്ടക്ടർ ആയി ജോലി ചെയ്യാനെത്തിയ ജിൻസാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ജിൻസിനോട് ഇവിടെ എത്തിയപ്പോഴാണ് അറിയിച്ചത്, ഇന്ന് മുതൽ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തിക ഈ ബസ്സിനില്ല എന്നും അതുകൊണ്ട് തന്നെ ഡ്രൈവറായി തന്നെ ജോലി ചെയ്യണമെന്നും ഈ ബസ്സിൽ ഇനി പോകേണ്ടത് കണ്ടക്ടറാണ് എന്നുമാണ് അദ്ദേഹത്തെ അറിയിച്ചത്. അതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം ജോലിയിൽ കയറാതെ, അതായത് കണ്ടക്ടർ കം ഡ്രൈവറായി ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് അറിയിച്ചതോടുകൂടി അദ്ദേഹം പിന്മാറുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ആദ്യം തുടക്കം തന്നെ ഇത്തരമൊരു പരിഷ്കാരം ടോമിൻ ജെ തച്ചങ്കരി ഏർപ്പെടുത്തിയ സമയം മുതൽ തന്നെ യൂണിയനുകൾ അതിനെതിരായിരുന്നു. പ്രത്യേകിച്ച് കണ്ടക്ടർ യൂണിയൻ, വിവിധ യൂണിയനുകളിലെ കണ്ടക്ടർമാർ ഇതിന് എതിരായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ടോമിൻ ജെ തച്ചങ്കരി പരിഷ്കാരങ്ങളിൽ പ്രധാനമായി പറഞ്ഞിരുന്നത് 8 മണിക്കൂറിലധികം ഡ്രൈവർമാർ ഒരേ രീതിയിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്നത്, ഓടിക്കുന്നത് പല അപകടങ്ങളും KSRTC സംബന്ധിച്ച് പല അപകടങ്ങളും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചു വരാം ഉമേഷ്. ഇപ്പോൾ ജയചന്ദ്രൻ എന്ന പ്രേക്ഷകൻ മസ്കറ്റിൽ നിന്നും ചേരുന്നു. ജയചന്ദ്രൻ, ഈ തച്ചങ്കരിയുമായി ബന്ധപ്പെട്ട് നേരത്തെ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം KSRTCയെ രക്ഷിക്കാൻ നടത്തിയ നടപടികൾ, കഴിഞ്ഞ ഈ ജനുവരി മാസത്തെ പെൻഷൻ ഫെബ്രുവരി 1-ാം തീയതി KSRTCയുടെ വരുമാനത്തിൽ നിന്ന് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അത്തരത്തിൽ കാര്യങ്ങൾ മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും യൂണിയൻ നേതാക്കളിലേക്ക് ഭരണം എത്തുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. താങ്കളുടെ നിലപാടെന്താണ് ഈ വിഷയത്തിൽ? അല്ല, യൂണിയന്റെ അതിപ്രസരം ഏറ്റവും കൂടുതൽ ഉണ്ട് എന്നുള്ളത് നമുക്കൊരു വസ്തുതാപരമായ കാര്യമാണ്. അതൊരിക്കലും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഞാൻ ഈ മസ്കറ്റ് ജോലി ചെയ്യണമെങ്കിൽ എനിക്ക് അറിയാവുന്ന നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു വനിതാ കണ്ടക്ടറുടെ അനുഭവത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കുറെ അന്വേഷിച്ചതാണ് ഈ കാര്യങ്ങൾ. കാരണം ഞാൻ പറയാം, അവർ കൊല്ലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഈ അടുത്ത സമയത്ത് തച്ചങ്കരി സാറ് വന്നതിന് ശേഷം പറഞ്ഞു വനിതാ കണ്ടക്ടർമാർക്ക് ഹോം ഡിപ്പോ കൊടുക്കുമെന്ന്. ഹോം ഡിപ്പോ എന്ന് പറഞ്ഞു ആളുകളെ ഹോം ഡിപ്പോയിലേക്ക് തിരിച്ചു വിളിച്ചിട്ട് അവർ ട്രാൻസ്ഫർ അല്ലാത്ത ഒരു മാർഗം കണ്ടെടുത്ത് വർക്കിംഗ് അറേഞ്ച്മെന്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു 42 കണ്ടക്ടർമാരെ പത്തനംതിട്ടയിലേക്ക് വിട്ടു, വനിതാ കണ്ടക്ടർമാർ. അവര് 75 ഫിസിക്കൽ ഡ്യൂട്ടി ചെയ്യണമെന്ന് കർശന നിർദ്ദേശം. അവര് പലരെയും പോയി കണ്ടു, മേഴ്സിക്കുട്ടി അമ്മയും മന്ത്രിയെ കണ്ടു, വനിതാ കമ്മീഷന് ഷാഹിദ കമാലിനെ കണ്ടു, പലരെയും കണ്ടു. അവസാനം പറഞ്ഞു ഇല്ല, അത് തച്ചങ്കരി സാറ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഓക്കെ, അവര് പോയ സ്ഥാനത്തേക്ക് പന്തളത്ത് നിന്ന് 5 വനിതാ കണ്ടക്ടർമാരെ കൊല്ലത്തേക്ക് കൊണ്ടുവന്നു. ശരിക്കും അതൊരു പീഡനമല്ലേ? അതൊന്ന്. പിന്നെ സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനും രാവിലെ ഒപ്പിട്ടാൽ അവർക്ക് പൈസ കിട്ടും. ഈ കണ്ടക്ടർക്കും ഡ്രൈവർക്കും, KSRTC ഡ്രൈവർക്കും കണ്ടക്ടർ, അവർ രാവിലെ ഡ്യൂട്ടിക്ക് വന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ അവരുടെ ഷെഡ്യൂൾഡ് പോകേണ്ടതിന് വേണ്ടി ഒരു ബസ് ഇല്ല എങ്കിൽ അവർക്ക് അന്ന് ഡ്യൂട്ടി ഇല്ല, അവർക്ക് അന്നത്തെ ശമ്പളവും ഇല്ല. ഈ ഒരു രീതി എവിടെയുണ്ട്? ഏത് ഡിപ്പാർട്ട്മെന്റിലുണ്ട്? ശരിക്കും ഞാൻ നിങ്ങൾ മാധ്യമങ്ങളോട് ഒന്ന് പറയുകയാണ്, ഈ കണ്ടക്ടർ ഡ്രൈവർ ജീവനക്കാരുടെ KSRTCയിലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. അതുപോലെ തന്നെ അവരെ ഇപ്പൊ ഈ വിട്ട സ്ഥലത്ത് അവർക്ക് ഹൗസ് റെന്റ് കൊടുക്കുന്നത് 500 രൂപയാണ്. അവർ 10,000 രൂപ വാടകയ്ക്ക് റൂം എടുത്തിട്ടാണ് ഈ പോയി വർക്കിംഗ് അറേഞ്ച്മെന്റിൽ 75 ഡ്യൂട്ടി ചെയ്യുന്നത്.
അവരുടെ ബുദ്ധിമുട്ടുകൾ, മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം നമ്മൾ കാണുന്നില്ല. മാധ്യമങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ കാണണം എന്ന് എനിക്ക് പറയാൻ വേണ്ടിയാണ് ഞാൻ നന്ദി ജയചന്ദ്രൻ പ്രതികരിച്ചത്. ഇപ്പോൾ മണികണ്ഠൻ എന്ന പ്രേക്ഷകൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നു. മണികണ്ഠൻ, പറഞ്ഞോളൂ. KSRTCയുടെ ദുർഗതി അത് ഒരു കാലത്തും മാറില്ല എന്ന രീതിയിൽ ഈ തൊഴിലാളി നേതാക്കളുടെ ഇടപെടൽ, അതിനെക്കുറിച്ച് താങ്കളുടെ നിലപാട്? മണികണ്ഠൻ പറയാം. ഇതിൽ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ശ്രദ്ധ തന്നെ ചെലുത്തേണ്ടതുണ്ട്. കാരണം ഈ സ്ഥാപനം എങ്ങനെയാണ് നഷ്ടമായി കിടക്കുന്നത് എന്ന് ഇതിനെക്കുറിച്ച് മുഴുവൻ പഠിച്ച് ഒരാൾ വരണമെങ്കിൽ 6 മാസം എടുക്കും. ഈ 6 മാസമായിട്ട് പഠിച്ചെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിൽക്കുമ്പോൾ ഇപ്പൊ രാജമാണിക്യത്തിനും അതേ അവസ്ഥയുണ്ട്, ടോമിൻ ജെ തച്ചങ്കരിക്കും അതേ അവസ്ഥയുണ്ട്. ഇങ്ങനെ മാറ്റി കളിക്കാനാണെങ്കിൽ കേരളം ഇപ്പോൾ ഒരു ഇലക്ഷൻ നേരിടാൻ പോകും. ഈ ഇലക്ഷന് ഈ എന്താ പറയുക, തൊഴിലാളികളുടെ വോട്ട് കിട്ടില്ല. തൊഴിലാളികളുടെ വോട്ടല്ല, പൊതുജനങ്ങളുടെ വോട്ടും ആവശ്യമാണ്. പൊതുജനങ്ങൾ ഇത് മുഴുവൻ വീക്ഷിക്കുന്നത്. ഇത് സർക്കാരും മനസ്സിലാക്കണം, മുഖ്യമന്ത്രി മനസ്സിലാക്കണം. പിന്നെ ഇന്ന് രാവിലെ നടന്ന സംഭവം എന്താ? ഇന്ന് രാവിലെ സ്കാനിയ ബസ്സാണ് പോകേണ്ട ഡ്യൂട്ടിക്കാണ് ആ ഡ്രൈവർക്കും കണ്ടക്ടറെ മാറ്റിയിട്ടുള്ളത്. ഈ സ്കാനിയ ബസ്സിൽ 50 സീറ്റിൽ റിസർവേഷൻ ചെയ്തിട്ടുള്ള യാത്രക്കാരെ കയറുന്നത്. അവിടെ എന്തിനാണ് ഒരു കണ്ടക്ടർ? അവിടെ കണ്ടക്ടർ ജോലിക്ക് യോഗ്യതയുള്ള ഒരു ഡ്രൈവർ, 2 ഡ്രൈവർമാരെ നിയോഗിക്കുമ്പോൾ 2 ഡ്രൈവർമാർക്കും ഒരു 5 മണിക്കൂർ കഴിഞ്ഞാൽ ഒന്നും മാറി മാറി ഇരുന്ന് റെസ്റ്റ് എടുത്ത് പോകുമ്പോൾ അപകട സാധ്യതയും കുറയുകയാണ്. യാത്രക്കാർക്ക് സുരക്ഷിതത്വം ഈ വശം മനസ്സിലാക്കുന്നില്ല. ഇത് ഒക്കറൻസ് ബുക്കിൽ എഴുതിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഈ ഒക്കറൻസ് ബുക്ക് അവിടെ എഴുതിയിട്ട ആരാണോ ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥന്മാർക്ക് മുഴുവനും ഇത് പരിശോധിക്കേണ്ടതായിട്ടുള്ള യൂണിറ്റ് ഓഫീസർക്കും ഇതിന് ഓർഡർ ഇട്ടുള്ള ചീഫ് ഓഫീസിൽ ആരാണോ അവർക്കെതിരെയും നടപടികൾ കൈക്കൊള്ളണം എന്നാണ് എന്റെ അഭിപ്രായം. നന്ദി മണികണ്ഠൻ പ്രതികരിച്ചതിന്. സന്തോഷ് എന്ന പ്രേക്ഷകൻ ദോഹയിൽ നിന്ന്. സന്തോഷ്, പറയാം. തീർച്ചയായിട്ടും ഇപ്പോ നമ്മള് ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും ഇതൊരു ഒരു നമ്മുടെ പൊതുമേഖലാ സ്ഥാപനത്തെ നശിപ്പിക്കാൻ വേണ്ടി യൂണിയനുകൾക്കും അവരുടെ നേതാക്കന്മാർക്കും കൈയിട്ട് വരാനുള്ള ഓരോ തീരുമാനങ്ങളാണ്. നല്ലത് എന്ത് ചെയ്യുക, അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പൊളിറ്റിക്കലി അജണ്ട ഈ യൂണിയനിൽ വെച്ചിട്ട് നടക്കുന്നത്. അത് എല്ലാ പൊതുമേഖലാ സ്ഥാപനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ്. കേരളത്തില് 95%, നമ്മൾ പറയുന്ന 100% വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ ഇതാണ് നമ്മുടെ നേതാക്കന്മാരെ അല്ലെങ്കിൽ യൂണിയൻ ഭാരവാഹികൾ ചെയ്യുന്നത്, നശിപ്പിക്കുക എന്നുള്ളത് പൊതുമേഖലാ സ്ഥാപനത്തെ. തീർച്ചയായും അത്തരത്തിലാണ് കാര്യങ്ങൾ. ലാഭത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ സ്വയം പര്യാപ്തമാകുന്നു എന്ന രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സർക്കാർ ഒരു MDയെ യൂണിയൻ നേതാക്കളുടെ സമ്മർദ്ദത്തിൽ മാറ്റുന്നു. അതിനുശേഷം വീണ്ടും അവരുടെ ഭരണത്തിലേക്ക് പഴയപടി കാര്യങ്ങൾ പോകുന്നു എന്നതിന്റെ ലക്ഷണമാണ് ഇന്ന് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ, KSRTC ബസ് സ്റ്റാൻഡിൽ കണ്ടത്. അവിടെ നേരത്തെ ടോമിൻ ജെ തച്ചങ്കരി നടത്തിയ പരിഷ്കാരങ്ങൾ അത് പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നൌഫൽ എന്ന പ്രേക്ഷകൻ ചേരുന്നു പാലക്കാട്ട് നിന്ന്. നൌഫൽ, പറയാം. ഇത്തരത്തിൽ ഒരു ആൾ, അയാളെക്കുറിച്ച് എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അയാൾ നടത്തിയ പരിഷ്കാരങ്ങൾ ഒരു സ്ഥാപനത്തെ സ്വയം പര്യാപ്തമാക്കാൻ പോകുന്നു എന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നത്. അവിടെ വീണ്ടും യൂണിയൻ നേതാക്കളുടെ പൂർണ്ണമായ ഭരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എങ്ങനെയാണ് ഇതിനോട് താങ്കൾ അടക്കമുള്ള ആളുകൾ, KSRTCയെ ഒരു പക്ഷേ ആശ്രയിക്കുന്ന ആളായിരിക്കുമല്ലോ താങ്കളും, എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പ്രതിഷേധാർഹമാണ്. കാരണം യൂണിയനുകൾ ജോലിക്കാരുടേതായ കാര്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയാണ് യൂണിയനുകൾ ഇടപെടേണ്ടത്. ജോലികളെ നിലനിർത്തേണ്ടത് ഗവൺമെന്റാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദീപ് എന്ന് പറയുന്ന യൂണിയന്റെ ലീഡർ സംസാരിച്ചത് തമിഴ്നാട്ടിലും കേരളത്തിലും ഇന്ത്യയിലെ ഒട്ടുമൊത്ത KSRTCകളും നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് വരുന്നത്. എന്നാൽ കേരളത്തിന് ായിട്ട് ലാഭത്തിൽ പോകുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ നിന്നും കർണാടകത്തിലാണ് ഡ്രൈവർ കം കണ്ടക്ടറെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ അത് തച്ചിന് കൊണ്ടുവന്ന ആ ഒരു പരിഷ്കാരത്തെ തീർച്ചയായും അവഹേളിക്കാൻ വേണ്ടിയും ഇനി ഈ KSRTCയെ കട്ടപ്പുറത്ത് തന്നെ കയറ്റി വെക്കണം എന്നുള്ള ധാരണയോടുകൂടി ഇടപെടുന്നവരാണ് യൂണിയനുകൾ. യൂണിയനുകൾ കോൺഗ്രസിന്റേതാണെങ്കിലും ഇടതുപക്ഷത്തിന്റെ ആണെങ്കിലും ഏത് പാർട്ടിന്റെ ആണെങ്കിലും തന്നെ യൂണിയനുകളെ ലിമിറ്റേഷൻ കൊടുത്തുകൊണ്ട് അവരെ പിടിച്ചു നിർത്തേണ്ട അവിടെ നിർത്തുക തന്നെ വേണമെന്നുള്ളതാണ് സാർ എനിക്ക് പ്രതികരിക്കാനുള്ളത്. ഞാനും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ തരൂർ നിയോജകമണ്ഡലം പ്രസിഡന്റാണ്. പക്ഷെ ഇത്തരത്തിലുള്ള നമ്മുടെ പൊതു സമ്പത്ത് നശിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അവരെ അടിയോടെ സംവിധാനം ഉണ്ടാക്കണമെന്നാണ്. ശരി, നന്ദി നൌഫൽ. ഇപ്പോൾ വിനോദ് എന്ന പ്രേക്ഷകൻ ഒഞ്ചിയത്ത് നിന്ന് ചേരുന്നു. വിനോദ്, പറഞ്ഞോളൂ താങ്കളുടെ നിലപാട് ഈ വിഷയത്തിൽ. ഇന്ന് തമ്പാനൂർ നടന്ന വിഷയങ്ങളും KSRTC ബസ് സ്റ്റാൻഡിൽ നടന്ന യൂണിയൻ ഗുണ്ടായിസവും ഒക്കെ താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. തീർച്ചയായും സർ, കേരളത്തിന്റെ പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണിത്.
തൊഴിലാളി വർഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തൊഴിലാളികൾ പണിയെടുക്കാത്ത തൊഴിലാളി നേതാക്കന്മാരെ മുന്നോട്ട് കൊണ്ടുവന്ന് ഏറ്റവും നന്നായി ഇത് നിലനിർത്താൻ ഏറ്റവും അസാധ്യമായി പരിശ്രമിച്ച ശ്രീ ടോമിൻ തച്ചങ്കരിയെ മാറ്റിക്കൊണ്ട് കൺട്രോൾ തൊഴിലാളികളുടെ കയ്യിൽ തന്നെ വേണമെന്ന ശ്രീ ആനത്തല പോലുള്ള നേതാക്കന്മാർ ഇതിന് മറുപടി പറയണം. പൊതുസമൂഹത്തോട് മറുപടി പറയണം. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു പരിചിതമായി ഒരു സംഭവമാണ് പൊതു ആവശ്യത്തിനുള്ള ഗവൺമെന്റ് സർവീസിനെ നട്ടെല്ല് പൊട്ടിക്കുന്ന ഈ നിലപാട്. തീർച്ചയായും ഇത് കേരള സമൂഹത്തിന് ഏറ്റവും അധികം ഭീഷണിയാണ്. ഇവരെ മാത്രം തീറ്റിപ്പോറ്റാൻ, തൊഴിലാളി വർഗത്തെ, തൊഴിലാളി നേതാക്കന്മാരെ തീറ്റിപ്പോറ്റാൻ മാത്രം കേരളത്തിന്റെ ഖജനാവിൽ നിന്നും മാസാമാസം ഹഡ്കോയിൽ നിന്നും എല്ലാ ഗവൺമെന്റ് പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളിൽ നിന്നും ലോൺ എടുത്തുകൊണ്ട് കോടികൾ കൊടുക്കണം. അത് ഒരു കാര്യവുമില്ലാതെ ചെലവഴിക്കണം എന്നുള്ള രീതിയാണ് ഇത് നമുക്ക് തരുന്നത്. കേരളം ഒന്നാകെ നിന്നുകൊണ്ട് ഈ സംഭവത്തിനെതിരെ പ്രതിഷേധിക്കണം. അതാണ് എന്റെ അഭിപ്രായം സാർ. ശരി വിനോദ്. വേണു എന്ന പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. വേണു, പറഞ്ഞോളൂ താങ്കളുടെ നിലപാട്. ഹലോ സാർ, ഇത് KSRTCയിലെ ഈ വിധം സംവിധാനം ഇന്ന് തുടങ്ങിയതല്ല. 1981 മുതൽ KSRTC തൊഴിലാളിയുടെ ഭാഗത്തു നിന്ന് നേതൃത്വത്തിന് തെരഞ്ഞെടുത്ത കാലം മുതൽ ഉണ്ടായ രാഷ്ട്രീയ ഇടപെടലാണ് ഈ വ്യവസായി ഇങ്ങനെ കുത്തുപാള എടുക്കുന്നത്. യൂണിയൻ നേതാക്കന്മാർ പറയുന്നത് അതേപടി നേതൃത്വം കേൾക്കുന്നു, നേതൃത്വം പാർട്ടിയിൽ അവതരിപ്പിക്കുന്നു, പാർട്ടി എല്ലാവിധ ഒത്താശയും ഈ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് ചെയ്തു കൊടുക്കുന്നു. വ്യവസായത്തിൽ അവർ പറയുന്നത് പോലെ മാറ്റങ്ങൾ വരുത്തുന്നു. ശരി വേണു, നന്ദി പ്രതികരിച്ചതിന്. ഉല്ലാസ് എന്ന പ്രേക്ഷകൻ കാട്ടാക്കടയിൽ നിന്ന്. ഉല്ലാസ്, പറയാം. അല്ല, ഇത് തച്ചങ്കരി പോയത് കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് മൊത്തത്തിൽ പറഞ്ഞു വരുന്നത്. ശരിക്കും തച്ചങ്കരി ഇതിനകത്ത് എന്ത് നല്ലതാണ് കാണിച്ചതെന്ന് പറയുവാൻ ഒരു ചാനലുകളും തയ്യാറാവുന്നില്ല. തച്ചങ്കരി ചെയ്ത നല്ല പ്രവർത്തികൾ കൊണ്ടാണല്ലോ ഈ മാസം ശമ്പളമെങ്കിലും കൊടുക്കത്തക്ക രീതിയിൽ KSRTCയുടെ വരുമാനം വർദ്ധിച്ചത്. ഒരിക്കലുമല്ല. ഞാൻ പമ്പ ഡ്യൂട്ടി ചെയ്ത ഒരു എംപാനൽ ജീവനക്കാരനാണ്. ശരി, അവിടെ ഇരട്ടി ടിക്കറ്റ് ചാർജ് മേടിച്ചുകൊണ്ട് അവിടുന്ന് അതുകൊണ്ട് മാത്രമാണ് ഇത്തവണ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞത്. പമ്പ ഈ ശബരിമല വരുമാനം കൊണ്ട് മാത്രമല്ല തച്ചങ്കരി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തുച്ഛമായ വരുമാനമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. 1000-ഓളം ബസ്സുകൾ അവിടെ 4 ദിവസം കിടന്നതിന് ശേഷം അവസാന ദിവസം മാത്രമാണ് സർവീസ് നടത്താൻ സാഹചര്യം ഒരുക്കിയത് എന്നും തച്ചങ്കരി വിശദീകരിക്കുകയുണ്ടായി. ഞാൻ ചെങ്ങന്നൂർ പമ്പ കഴിഞ്ഞ വർഷം 88 രൂപയ്ക്ക് 98 രൂപയ്ക്ക് സർവീസ് നടത്തിയപ്പോൾ ഇത്തവണ 132 രൂപയാണ് മേടിച്ചത്. ശരി, അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ KSRTC പമ്പ സർവീസിന്റെ മോണോപ്പൊളി അവർക്ക് തന്നെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് അത്രത്തോളം വരുമാനം ലഭിക്കാതിരുന്നത്? വരുമാനം കഴിഞ്ഞ പ്രാവശ്യം ഇതിനകത്ത് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ കാട്ടാക്കടയിൽ നിന്ന് തൃശ്ശൂർ സർവീസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ 30,000 രൂപ 32,000 രൂപ കൊണ്ടടക്കുകയാണ്. പക്ഷെ എനിക്ക് കിട്ടുന്നത് വെറും 960 രൂപ ശമ്പളമാണ്. ഈ 960 രൂപ തന്നിട്ട് 32,000 രൂപ കൊണ്ടടയ്ക്കുമ്പോൾ ഈ സർവീസിൽ എവിടെയാണ് നഷ്ടം? ഇത് ചൂണ്ടിക്കാണിക്കാൻ ബാക്കിയുള്ളവർ തയ്യാറാവുന്നില്ലല്ലോ. ശരി, താങ്കളോട് തർക്കിക്കാൻ ഞാനില്ല, കാരണം ഇത് പ്രേക്ഷകർക്ക് പ്രതികരിക്കാനുള്ള വേദിയാണ്. ബൈജു എന്ന പ്രേക്ഷകനും ചേരുന്നു. ബൈജു, പറയാം. ഹലോ, എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിനോട് താല്പര്യമില്ല. എങ്കിലും ഞാൻ പറയുവാണ്, ഈ നഷ്ടത്തിൽ ഓടുന്ന നമ്മുടെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ചെയ്തി കൊണ്ടാണ്. ഇത് സ്വകാര്യവൽക്കരിക്കണം, അതാണ് ചെയ്യേണ്ടത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാണ്. ശരി, നന്ദി പ്രതികരിച്ചതിന്. പ്രഭാകരൻ എന്ന പ്രേക്ഷകൻ തൃപ്പൂണിത്തറയിൽ നിന്നും ചേരുന്നു. പ്രഭാകരൻ, ഇന്ന് KSRTC ബസ് സ്റ്റാൻഡിൽ തമ്പാനൂർ നടന്ന ഗുണ്ടായിസം താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടു കാണും. പൂർണ്ണമായും യൂണിയനുകളുടെ പിടിയിലേക്ക് ആ സ്ഥാപനം പോകുന്നു, പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നു. അത് ഒരു കാലത്തും രക്ഷപ്പെടുത്താൻ ഈ നേതാക്കൾ സമ്മതിക്കില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്താണ് പ്രതികരണം? ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഇത് പറഞ്ഞ പോലെ തന്നെ, കോടതി പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ അടച്ചുപൂട്ടുന്ന കാലം കഴിഞ്ഞു. ഇതില് ഇപ്പൊ ശബരിമല ഡ്യൂട്ടി ഏറ്റെടുത്തിട്ട് കുറച്ച് പൈസ കിട്ടിയെന്നും പറഞ്ഞിട്ട് 40 രൂപ അടക്കമാണ് ഓരോരുത്തരുടെ അടുത്ത് മേടിച്ചോണ്ടിരുന്നത്. 10 രൂപയുടെ ചാർജേ ഉള്ളൂ. അവിടെ നെൽക്കിൽ നിന്ന് പമ്പ വരേക്കും 10 രൂപ ഉള്ളൂ. എത്ര രൂപ കൂടുതൽ മേടിച്ചോണ്ടിരുന്നത്? അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ പറയുകയാണെങ്കിൽ യൂണിയനെല്ലാം പിരിച്ചുവിട്ടിട്ട് ഇത് അടച്ചുപൂട്ടണം, എന്നിട്ട് പ്രൈവറ്റ് ഇതിലേക്ക് കൊടുക്കുക. അത്രേ ഉള്ളൂ. അതാണ് വേണ്ടത്. ശരി, നന്ദി പ്രഭാകരൻ പ്രതികരിച്ചതിന്. നിരവധി പ്രേക്ഷകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ രോഷം പ്രകടിപ്പിച്ചു. KSRTC വീണ്ടും യൂണിയനുകളുടെ പിടിയിലേക്ക് പോകുന്നു, ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടി അത്തരത്തിൽ വല്ലാത്തൊരു ദുർഗതിയിലേക്ക് പോകുന്നു എന്ന വിഷയമാണ് പൊതുവേദി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രതികരിക്കാനായി വെച്ചത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതൊരു സീറ്റ് കൂടി വേണമെന്ന ആവശ്യങ്ങൾക്കിടെ മുസ്ലിം ലീഗിന്റെ നേതൃയോഗം മലപ്പുറം പാണക്കാട് സമാപിച്ചു. ലീഗ് അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. മൂന്നാം സീറ്റ് വിഷയം UDF യോഗത്തിൽ ഉന്നയിക്കുമെന്ന
ഉന്നയിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. രാഷ്ട്രീയ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് മുഴുവൻ. അത് ഒരു ഡിസിഷൻ എടുത്ത് പത്രക്കാരായിട്ട് ഷെയർ ചെയ്യാവുന്ന കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ UDF ആയിട്ടുള്ള ചർച്ചയ്ക്ക് അതിന്റെ പ്രോപ്പർ ഫോറത്തിൽ പ്രോപ്പർ ടൈമിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. കാര്യങ്ങളുണ്ട്. അഭ്യൂഹങ്ങൾ വെറുതെ ഉണ്ടാക്കി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. വളരെ സ്മൂത്തായിട്ടുള്ള അന്തരീക്ഷമാണ് UDFിലുള്ളത് എന്നുള്ളത് തങ്ങളും പറഞ്ഞു, മുല്ലപ്പള്ളിയും പറഞ്ഞു. അതാണ് ഫൈനല്. അതിന്റെ ഇടയിൽ ഇനി ഒരു അലവല ചർച്ചയ്ക്ക് യാതൊരു ആവശ്യമില്ല. ഞങ്ങളെ കാര്യങ്ങളൊക്കെ അതിന്റെ പ്രോപ്പർ ഫോറത്തിൽ പ്രോപ്പർ ടൈമിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. ഞാൻ പറഞ്ഞല്ലേ, മുസ്ലിം ലീഗും ഞങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? 50 വർഷക്കാലത്തെ ബന്ധമാണുള്ളത്. മാത്രമല്ല, ആ ബന്ധം ഇന്നുവരെ ഒലിയാതെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരിക്കൽ പോലും മുസ്ലിം ലീഗ് കോൺഗ്രസ് തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിൽ ആ ബന്ധം ഒലിഞ്ഞു പോയിട്ടില്ല, ഒലിയേയില്ല. അത് സുദൃഢമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. ലീഗ് അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ വെച്ചല്ലോ. ഒന്നാമത് ചർച്ചകൾ പോലും ആയിട്ടില്ലല്ലോ. ലീഗിന്റെ കമ്മിറ്റികൾ പോലും അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ടില്ല. പിന്നെ നമ്മൾ എന്തിനാ ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്? CV അനുമോദ് ചേരുന്നു. അനുമോദ്, ലീഗ് ഉറച്ചു തന്നെയാണ്. കോൺഗ്രസും ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ സീറ്റ് വിട്ട് കൊടുക്കാനുള്ള സാഹചര്യവും ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല. ഉഭയകക്ഷി ചർച്ചകൾ ഫലമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണോ കോൺഗ്രസ് നേതാക്കൾ? രഞ്ജിത്ത്, കോൺഗ്രസിന്റെ ശ്രമം ഇപ്പോൾ ലീഗിനെ അനുനയിപ്പിക്കാനാണ്. ആ ഒരു ഉദ്ദേശം വെച്ച് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും എല്ലാം തന്നെ ഇന്ന് പാണക്കാട് എത്തി പാണക്കാട് തങ്ങളെയും ലീഗിന്റെ മുതിർന്ന നേതാക്കളെയും എല്ലാം തന്നെ കണ്ടത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം, ലീഗിനെ സംബന്ധിച്ച് മൂന്നാമതൊരു സീറ്റ് എന്നത് വളരെ ന്യായമായ ആവശ്യമാണെന്ന പൊതുവികാരം പാർട്ടിക്കുള്ളിൽ ഉയർന്നിട്ടുണ്ട്. ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കെ മുരളീധരനും വരെ ഇതിന് ഒരു പിന്തുണ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു ആവശ്യം വളരെ ശക്തമായി തന്നെ അവർ ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മൂന്നാം സീറ്റ് വിട്ടുകൊടുക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആലോചിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എന്നാൽ ലീഗിനെ പിണക്കാനും സാധിക്കില്ല. ഈ സാഹചര്യത്തിൽ അനുനയത്തിലൂടെ ലീഗിനെ ഈ നീക്കത്തിൽ പിന്തിരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ഒരുപക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് നൽകുകയോ മറ്റെന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകുകയോ ആയിരിക്കാം ഈ കാര്യത്തിൽ ഒരു നീക്കുപോക്കുകൾ ഉണ്ടാകുന്നത്. എന്താണെങ്കിലും ഇക്കാര്യത്തിൽ ഇനി ഒരു പരസ്യ ചർച്ചയ്ക്കില്ലെന്ന് ലീഗ് നേതാക്കൾ ഈ ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. തങ്ങൾക്ക് പറയാനുള്ള നിലപാടുകൾ 10-ാം തീയതി നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ വ്യക്തമാക്കും. അതായത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച അനുനയ നീക്കങ്ങളോട് ലീഗ് അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണമാണ് നടത്തിയിട്ടുള്ളതെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. കാരണം ഏതെങ്കിലും ഒരു പ്രശ്നത്തെ ചൊല്ലി UDFിൽ ഒരു ഭിന്നതയുണ്ടാക്കാനോ ഒരു തർക്കത്തിലേക്ക് പോകാനോ താല്പര്യമില്ല. ഇക്കാര്യത്തിലൊരു സമ്മർദ്ദം ചെലുത്താൻ താല്പര്യമില്ല എന്ന രീതിയിലാണ് ലീഗിന്റെ ഇപ്പോഴത്തെ നിലപാട് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പരസ്യ ചർച്ചകൾക്ക് ലീഗ് തയ്യാറാകില്ല എന്ന നിലപാടിലൂടെ ലീഗും കോൺഗ്രസും ഇക്കാര്യത്തിൽ ഒരു തമ്മിലടി ഉണ്ടാവുകയോ ഒരു അകൽച്ച ഉണ്ടാവുകയോ ഇല്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പക്ഷേ ലീഗ് അണികളെ സംബന്ധിച്ച് മൂന്നാമത്തെ സീറ്റ് എന്ന ആവശ്യം വളരെ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. യൂത്ത് ലീഗും വനിതാ ലീഗുമെല്ലാം ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ പരസ്യമായി ആവശ്യപ്പെട്ടതാണ്. ആ ഒരു ഘട്ടത്തിൽ ഇനി ഏതെങ്കിലും തരത്തിലൊരു പിന്നോക്ക് പോക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് പാർട്ടി പ്രവർത്തകർ എന്ത് ന്യായീകരണം നൽകിയായിരിക്കും വിശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ കണക്കിലെടുക്കുക എന്ന ആശങ്കയും ലീഗിലുണ്ട്. ശരി അനുമോദ്. മൂന്നാം സീറ്റ് വേണമെന്ന മുസ്ലിം ലീഗിനെ ആവശ്യത്തെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ സീറ്റ് കൂടുതൽ ചോദിക്കുന്നതിൽ തെറ്റില്ല. ലീഗിന് മുൻപ് കൊടുത്ത 3 സീറ്റ് കോൺഗ്രസ് തിരിച്ചു വാങ്ങിയതാണ്. കേരള കോൺഗ്രസിന്റെ ആവശ്യം ന്യായമാണെന്നും കെ മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. മുൻകാലങ്ങളിൽ സീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ലീഗിന്, ചോദിക്കുന്നതിലൊന്നും തെറ്റില്ല. കേരള കോൺഗ്രസ് ഇപ്പോൾ ഒരു സീറ്റ് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് മുൻകാലങ്ങളിൽ 2 സീറ്റ് കൊടുത്തിരുന്നു. സീറ്റ് കൂടുതൽ ചോദിക്കുന്നതിൽ തെറ്റില്ല. മുമ്പ് കോൺഗ്രസ് കൊടുത്തിട്ടുമുണ്ട്. ഉമ്മൻചാണ്ടി ലോക്സഭയിലേക്ക് പോകുന്നതിനേക്കാൾ നിയമസഭയിൽ ഉണ്ടാകുന്നതാണ് നല്ലതെന്ന് കെ മുരളീധരൻ. ഉമ്മൻചാണ്ടി മത്സരിച്ചാലും ഇല്ലെങ്കിലും കോൺഗ്രസിന് ഗുണം ചെയ്യും. നിയമസഭയിൽ ഉമ്മൻചാണ്ടി ഉണ്ടാകുന്നത് പാർട്ടിക്ക് കൂടുതൽ ശക്തി നൽകുമെന്നും മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന കാര്യം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും ഹൈക്കമാൻഡിൻ്റെ അഭിപ്രായമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മത്സരിച്ചാലും ഗുണം ചെയ്യും, മത്സരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് നിയമസഭയിൽ നല്ലൊരു സാമാജികനുണ്ടാവും. ഞങ്ങൾക്ക് അദ്ദേഹം പോകുന്നതിനോട് ഇഷ്ടമില്ല. കാരണം നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MP-മാർക്ക് സീറ്റ് നൽകണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. കഴിഞ്ഞ 5 വർഷം ലോക്സഭയിൽ ഇവർ നടത്തിയ പോരാട്ടമാണ് പാർട്ടിക്ക് ശക്തി പകർന്നത്. സിറ്റിംഗ് MP-മാർക്ക് മുൻപും പാർട്ടി പരിഗണന നൽകിയിട്ടുണ്ടെന്നും മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. സിറ്റിംഗ് MLA-മാർ മത്സരിക്കണോ വേണ്ടേ എന്നൊക്കെയുള്ള തീരുമാനം ഡൽഹിയിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ അതേസമയത്ത് സിറ്റിംഗ് MP-മാർക്കൊരു പ്രയോറിറ്റി എല്ലാ കാലഘട്ടങ്ങളിലും കോൺഗ്രസ് നൽകാറുണ്ട്. വിശേഷിച്ച് ഇത്തവണ എന്താ പറയുക, കഴിഞ്ഞ 5 വർഷക്കാലം
ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോൺഗ്രസിന് ഇത്രയും കുറച്ച് MP-മാരുണ്ടാകുന്നത്. അപ്പോൾ ആ മുഴുവൻ MP-മാരും പാർലമെൻറ്റിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അങ്ങനെയുള്ളവർക്കൊരു പ്രയോറിറ്റി സാധാരണ എല്ലാ സന്ദർഭത്തിലും കൊടുക്കാറുണ്ട്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു ക്രൈസിസ് ഘട്ടത്തിൽ പാർട്ടിയോടൊപ്പം നിന്നവർക്ക് തീർച്ചയായിട്ടും പാർട്ടി ഒരു പ്രയോറിറ്റി നൽകും. CBI ഡയറക്ടർ നിയമനത്തിനായി 3 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറായി. രജനീകാന്ത് മിശ്ര, ജാവീദ് അഹമ്മദ്, SS ദേശ്വാൾ എന്നിവരാണ് അന്തിമ പട്ടികയിൽ. നിയമനം വൈകിപ്പിക്കരുതെന്ന സുപ്രീംകോടതി നിർദ്ദേശമുള്ളതിനാൽ സെലക്ഷൻ കമ്മിറ്റിയാണ് അന്തിമ തീരുമാനം എടുക്കുക. CBI ഡയറക്ടറെ തിരഞ്ഞെടുക്കാനായി 80ഓളം ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ നിന്നാണ് 3 പേരുടെ ചുരുക്കപ്പട്ടിക സെലക്ട് കമ്മിറ്റി തയ്യാറാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേർന്ന കമ്മിറ്റി യോഗത്തിൽ ഈ 3 പേരുകളിൽ ചർച്ച നടന്നെങ്കിലും അന്തിമ തീരുമാനമായില്ല. 1984 ഉത്തർപ്രദേശ് കാഡറിലെ ജാവീദ് അഹമ്മദ്, അതേ ബാച്ചിലെ രജനീകാന്ത് മിശ്ര, ഹരിയാന കേഡറിലെ SS ദേശ്വാൾ എന്നിവരാണ് അന്തിമ പട്ടികയിൽ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ് തലവനായ ജാവീദ് അഹമ്മദിനെ യോഗത്തിൽ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പിന്തുണച്ചതായാണ് സൂചന. എന്നാൽ BSF ചീഫായ രജനീകാന്ത് മിശ്രയ്ക്കായിരുന്നു പ്രധാനമന്ത്രിയുടെ പിന്തുണ. ITBP ഡയറക്ടർ ജനറലാണ് പട്ടികയിലിടം നേടിയ SS ദേശ്വാൾ. സെലക്ഷൻ കമ്മിറ്റിയിലെ 3ാമത്തെ അംഗം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ നിലപാട് നിർണായകമാകും. ഇടക്കാല ഡയറക്ടറെ വെച്ച് CBIയുടെ പ്രവർത്തനം ദീർഘകാലം കൊണ്ടുപോകുന്നത് ശരിയല്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ തീരുമാനം വൈകാനിടയില്ല. തന്റെ ആവശ്യം നിരസിച്ചാൽ ഖാർഗെ യോഗത്തിൽ വിയോജനക്കുറിപ്പ് നൽകും. അലോക് വർമ്മയെ പുറത്താക്കിയ ജനുവരി 10 മുതൽ CBI ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. ന്യൂസ് 18 ഡൽഹി. പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായി കൂട്ടത്തരം താഴ്ത്തൽ. 11 DYSPമാരെ CIമാരായി തരം താഴ്ത്തി ഉത്തരവിറങ്ങി. 53 DYSPമാരെ സ്ഥലമാറ്റുകയും ചെയ്തു. 26 CIമാർക്ക് DYSPമാരായി സ്ഥാനക്കയറ്റം നൽകി വൻ അഴിച്ചുപണിയാണ് പോലീസിൽ ഉണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തുന്ന പോലീസ് അഴിച്ചുപണിയുടെ ആദ്യഘട്ടമാണ് നടപടി. തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുമെങ്കിലും തരം താഴ്ത്തുന്നത് അപൂർവമാണ്. സംസ്ഥാനത്ത് ആദ്യമായാണ് 11 DYSPമാരെ CIമാരാക്കി ഒന്നിച്ചു തരം താഴ്ത്തുന്നത്. സസ്പെൻഷനടക്കം ശിക്ഷാ നടപടി നേരിട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നത് തടയാൻ നിയമ ഭേദഗതി വന്നിരുന്നു. ഇതിനായി കേരള പോലീസ് നിയമം ഭേദഗതി ചെയ്ത ഓർഡിനൻസിന് ഗവർണർ അടുത്തിടെ അംഗീകാരവും നൽകി. തൊട്ടു പിന്നാലെയാണ് തരം താഴ്ത്തൽ. താൽക്കാലികമായി സ്ഥാനക്കയറ്റം നൽകിയവരെയാണ് തരം താഴ്ത്തിയതെന്ന് ഉത്തരവിൽ പറയുന്നു. CPM അനുകൂല നിലപാട് സ്വീകരിക്കാത്തതാണ് നടപടിക്ക് പിന്നിലെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. ഹൈക്കോടതിയെ സമീപിക്കാനാണ് ചിലരുടെ തീരുമാനം. ക്രിമിനൽ പശ്ചാത്തലമുള്ള CPM അനുകൂലികളായ ഉദ്യോഗസ്ഥരെ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയതായും ചില പോലീസുകാർക്ക് ആക്ഷേപമുണ്ട്. 53 DYSPമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയിട്ടുമുണ്ട്. 11 ASPമാരെയും സ്ഥലം മാറ്റി. 26 CIമാർക്ക് DYSPമാരായി സ്ഥാനക്കയറ്റം നൽകിയിട്ടുണ്ട്. IPS തലത്തിലും വൻ അഴിച്ചുപണി വൈകാതെ ഉണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ സെനഗലിൽ അറസ്റ്റിലായ അധോലോക നായകൻ രവി പൂജാരയെ വിട്ടുകിട്ടാൻ ഇന്ത്യ ശ്രമം തുടങ്ങി. കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെ കർണാടക പോലീസാണ് രവി പൂജാരിയെ ഇന്ത്യയിലെത്തിക്കാൻ ശ്രമം നടത്തുന്നത്. ബാംഗ്ലൂരിലെത്തിയാലുടൻ പൂജാരിയെ ചോദ്യം ചെയ്യാൻ കേരള പോലീസും നീക്കം തുടങ്ങി. കർണാടകയിൽ കൊലക്കേസുകളടക്കം നിരവധി കേസുകൾ പ്രതിയാണ് രവി പൂജാരി. വിവിധ സംസ്ഥാനങ്ങളായി ഗുരുതര കുറ്റകൃത്യങ്ങളടക്കം 500ഓളം കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. രവി പൂജാരിയെ വിട്ടുകിട്ടാൻ ഊർജിത ശ്രമം തുടങ്ങിയതായി കർണാടക മുഖ്യമന്ത്രി SD കുമാരസ്വാമി പറഞ്ഞു. സെനഗൽ പോലീസാണ് ഒരു ബാർബർ ഷോപ്പിൽ നിന്ന് കഴിഞ്ഞ 19-ന് രവി പൂജാരിയെ പിടികൂടിയത്. ഇപ്പോൾ സെനഗൽ തലസ്ഥാനമായ ഡാക്കറിലെ ജയിലിലാണ് ഇയാൾ. ആഫ്രിക്കയിൽ ഉടനീളമുള്ള നമസ്തേ ഇന്ത്യ ഹോട്ടൽ ശൃംഖലയുടെ ഉടമ രവി പൂജാരിയാണ്. ആന്റണി ഫെർണാണ്ടസ് എന്ന പേരിലാണ് രവി പൂജാരി സെനഗൽ താമസിച്ചിരുന്നത്. സെനഗലിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയമാണ് രവി പൂജാരിയെ വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. രവി പൂജാരിയെ ബാംഗ്ലൂരിലെത്തി ചോദ്യം ചെയ്യാനാണ് പോലീസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ആവശ്യമെങ്കിൽ മാത്രം കൊച്ചിയിൽ എത്തിച്ചാൽ മതിയെന്നും തീരുമാനിച്ചിട്ടുണ്ട്. N ശ്രീനാഥ്, ന്യൂസ് 18 കൊച്ചി. തെരഞ്ഞെടുപ്പ് അരികെ. രാജ്യത്തെ ഏക സിറ്റിംഗ് MPയെ വീണ്ടും കളത്തിലിറക്കി പൂരനഗരിയെ ഒപ്പം നിർത്താൻ CPI ശ്രമിക്കുമോ, അതോ ജനപ്രിയതയിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്ന മുൻമന്ത്രി KP രാജേന്ദ്രനെ കളത്തിലിറക്കുമോ? VM സുധീരൻ മുതൽ ലതിക സുഭാഷ് വരെയാണ് കോൺഗ്രസിന്റെ പട്ടികയിൽ. K സുരേന്ദ്രനെയും തുഷാർ വെള്ളാപ്പള്ളിയെയും NDA പരിഗണിക്കുമ്പോൾ പൂരനഗരിയിലെ തെരഞ്ഞെടുപ്പ് പൂരം പൊടിപാറും.
തൃശൂരിന്റെ മനസ്സ് കൂടുതൽ ചാഞ്ഞിട്ടുള്ളത് ഇടത്തോട്ടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 38,000-ലധികം വോട്ടിനാണ് CPIയിലെ CN ജയദേവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി KP ധനപാലിനെ തോൽപ്പിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ തൃശൂർ പിടിക്കാൻ CN ജയദേവനേക്കാൾ പ്രതിച്ഛായയുള്ള മറ്റാരെയെങ്കിലും രംഗത്തിറക്കണമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. അതുകൊണ്ടുതന്നെ രണ്ടാം ഊഴത്തിന് അവസരമുണ്ടോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിനും ഉറപ്പില്ല. പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. മിക്കവാറും മാർച്ചാലിത്തോടുകൂടി അത് പറയാൻ പറ്റും. ജയദേവന് പകരം മുൻ മന്ത്രിയായിരുന്ന KP രാജേന്ദ്രനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ തുടങ്ങിയിട്ടുള്ളത്. കൃഷിമന്ത്രി VS സുനിൽകുമാറിനെ തന്നെ കളത്തിലിറക്കണമെന്ന് പറയുന്നവരും പാർട്ടിയിലുണ്ട്. PC ചാക്കോയും AC ജോസുമെല്ലാം മിന്നുന്ന വിജയം നേടിയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ 18 അടവും പയറ്റാനാണ് കോൺഗ്രസിന്റെ തയ്യാറെടുപ്പ്. VM സുധീരന്റെ പേര് സജീവമാണെങ്കിലും DCC പ്രസിഡന്റ് കൂടിയായ TN പ്രതാപനാണ് കൂടുതൽ പരിഗണന. പാർട്ടി പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് ഏത് കോൺഗ്രസ് പ്രവർത്തകന്റെയും ആത്യന്തികമായ കടമ. AI ഗ്രൂപ്പുകളുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. വനിതാ സ്ഥാനാർത്ഥിയെങ്കിൽ പത്മജ വേണുഗോപാൽ, ലതിക സുഭാഷ് എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട്. കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കി ത്രികോണ മത്സരത്തിനാണ് NDA കോപ്പുകൂട്ടുന്നത്. BJPയിലെ V മുരളീധരൻ വിഭാഗത്തിന് സ്വാധീനമുള്ള ജില്ലാ ഘടകം മുന്നോട്ട് വയ്ക്കുന്ന പേര് K സുരേന്ദ്രന്റേതാണ്. AN രാധാകൃഷ്ണനും B ഗോപാലകൃഷ്ണനും പട്ടികയിലുണ്ട്. BDJSന് നൽകിയാൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചേക്കും. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RMP കോൺഗ്രസ് സഹകരണത്തിന് അണിയറ നീക്കം. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻകൈയെടുത്ത് നടത്തുന്ന നീക്കത്തോട് ഒഞ്ചിയത്തെ RMP നേതൃത്വം അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്നാൽ നീക്കത്തോട് RMPയിലെ ഒരു വിഭാഗം എതിർപ്പുന്നയിച്ചിരിക്കെ അന്തിമ തീരുമാനം 20-ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകും. JDU മുന്നണി വിട്ട സാഹചര്യത്തിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ വിജയമുറപ്പിക്കാൻ RMP പിന്തുണ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 21,833 വോട്ടും 2014 17,229 വോട്ടുമാണ് വടകരയിൽ RMPക്ക് ലഭിച്ചത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KK രമയ്ക്ക് 20,504 വോട്ടും ലഭിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളിയുടെ ലീഡ് 3,306 വോട്ട് മാത്രമാണ്. ലോക്സഭയിൽ വോട്ടു നൽകിയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ RMP സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാമെന്നാണ് മുല്ലപ്പള്ളിയുടെ ഫോർമുല. CPMുമായി ഏറ്റുമുട്ടലുകൾ തുടരുന്ന സാഹചര്യത്തിൽ RMPക്ക് വടകര മണ്ഡലത്തിൽ ഇടതുപക്ഷം വിജയിക്കാതെ നോക്കേണ്ടതുണ്ട്. പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്താതെ കോൺഗ്രസുമായി ധാരണയുണ്ടാക്കണമെന്ന് RMP നേതാക്കളിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. പാർട്ടി വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ വേണ്ടതു ചെയ്യുമെന്നും കോൺഗ്രസ് നേതൃത്വം ചർച്ചയ്ക്ക് വന്നാൽ പരിശോധിക്കാമെന്നും RMP സംസ്ഥാന സെക്രട്ടറി N. വേണു അറിയിച്ചു. UDF ചർച്ചയ്ക്ക് വന്നിട്ടില്ല, വന്നാൽ ആലോചിച്ച് ഒരു വോട്ട് ഭിന്നിച്ച് പോകാത്ത രൂപത്തിൽ ഉള്ള ഒരു നിലപാട് സ്വീകരിക്കും. അതേസമയം വടകരയിൽ RMP നിർണായക ഘടകമല്ലെന്നാണ് CPM നിലപാട്. ഏരിയയിലെ ചില പോക്കറ്റുകളിൽ ചിലർ അവശേഷിക്കുന്നുണ്ട്. അവർ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ എന്ത് ചലനം സൃഷ്ടിക്കാനാണ്? കോൺഗ്രസുമായി ധാരണയുണ്ടാക്കുന്നതിനെ RMPയിലെ ഒരു വിഭാഗം എതിർക്കുന്നുണ്ട്. 20-ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കും. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് KK രമ. ഇക്കാര്യം UDF നേതാക്കളുമായി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. UDFുമായി ആശയപരമായ ഭിന്നതയുണ്ട്. എങ്കിലും ഫാസിസ്റ്റുകളെ തോൽപ്പിക്കാൻ ആവശ്യമായ സമീപനം പാർട്ടി സ്വീകരിക്കുമെന്നും KK രമ ന്യൂസ് 18നോട് പറഞ്ഞു. UDFുമായി ചേർന്നൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പോകേണ്ട ഒരു നിലപാടുകളുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. ഫാസിസ്റ്റുകളെ അധികാരത്തിൽ നിന്ന് പുറത്തു കടത്തുക എന്നുള്ള ഒരു രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അത് ഏതൊക്കെ രൂപത്തിൽ ആ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് ചർച്ച നടത്തേണ്ടത്. അത് ഏതായിരിക്കണം നിലപാട്? അതൊരു UDFുമായി സഖ്യമുണ്ടാക്കുകയോ അത്തരത്തിലുള്ളൊരു നിലപാടല്ല. ഞങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും UDFിന്റെ രാഷ്ട്രീയ നിലപാടിനോട് വളരെ കൃത്യമായി അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ വെച്ചൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലല്ലോ. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടുണ്ട്. അപ്പം ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയാണ് അത് തീരുമാനിക്കേണ്ടത്. അത് ഞങ്ങൾ തീരുമാനിക്കും.